ഓക്കെ, നമുക്ക് ലസാഗു കാണാം. ഒന്നാമത്തെ ഏതാനും ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ലസാഗു കാണേണ്ടത്, എങ്ങനെയാണ് എളുപ്പത്തിൽ ലസാഗു കാണേണ്ടത്, എങ്ങനെയാണ് ഹരണക്രിയാ രീതി, ഇതെല്ലാം നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ലസാഗു എന്ന് പറയുന്നതിന് മുമ്പ് ഏതാനും ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2, 4, 8. ആദ്യം ആ സംഖ്യയുടെ ലസാഗു കാണാം. ലസാഗു കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു സംഖ്യയുടെ ഗുണിതമായിട്ട് വേറെ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിലെ ചെറിയ സംഖ്യ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. അതായത് 2ന്റെ ഗുണിതമാണ് 4. അങ്ങനെ ഒരു സംഖ്യയുടെ ഗുണിതമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ആ ഒരു ശ്രേണിയിൽ ഉണ്ടെങ്കിൽ അതിലെ ചെറിയ സംഖ്യ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 2ന്റെ ഗുണിതമാണ് 4 എന്ന് നമുക്കറിയാം, അതുകൊണ്ട് 2 നമുക്ക് ഒഴിവാക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം 4ന്റെ ഗുണിതമാണ് 8, അതുകൊണ്ട് 4 എന്ന സംഖ്യയെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ചെറിയ സംഖ്യകളെല്ലാം വെട്ടി ഒരു നമ്പർ മാത്രമായിട്ട് ബാക്കി വരുന്നെങ്കിൽ അതായിരിക്കും ആ സംഖ്യയുടെ ലസാഗു, ഈ സംഖ്യകളുടെ ലസാഗു. അപ്പോൾ ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 2, 4, 8 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അതിൻ്റെ മീനിങ്. അതായത് 2, 4, 8 എന്നീ സംഖ്യയുടെ ലസാഗു 8 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതാണ് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. അതായത് ഇതിൻ്റെ അർത്ഥം 2 കൊണ്ടും 4 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന, 2 കൊണ്ടും 4 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 8 എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറയുന്നു. അതായത് ഈ 8നെ നമുക്ക് ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ 8നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാനും പറ്റും. 8/4 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ 8ന് നമുക്ക് ഈ 8 കൊണ്ട് ഹരിക്കാനും പറ്റും. 8/8 എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. എന്നാൽ വേറെയും ഒരുപാട് സംഖ്യകളുണ്ട്. ഇപ്പോൾ 8 അല്ല, ഇപ്പോൾ 16, 32 ഇതെല്ലാം ഈ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന സംഖ്യകൾ തന്നെയാണ്. പക്ഷേ ഈ സംഖ്യകളെല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 8. അതാണ് ലസാഗു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ലഘുതമ സാധാരണ ഗുണിതം, ഗുണിതങ്ങളിലെ ഏറ്റവും പൊതു ഘടകം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ലസാഗു എന്നത് തന്നിരിക്കുന്നവയിലെ വലിയ സംഖ്യയാകാം. ഓക്കെ, അപ്പോൾ ലസാഗു ഒരിക്കലും വലിയ സംഖ്യയേക്കാൾ ചെറുതായിട്ട് വരില്ല, എപ്പോഴും വലിയ സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യമാണ് 5, 10, 15. ഇതിൻ്റെ ലസാഗു ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, തന്നിരിക്കുന്ന സംഖ്യയിലെ ചെറിയ സംഖ്യകളുടെ ഗുണിതങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ചെറിയ സംഖ്യ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്കറിയാം 5ന്റെ ഗുണിതമാണ് 10, അതുകൊണ്ട് 5 എന്ന സംഖ്യ നമുക്ക് ഒഴിവാക്കി കളയാം. ഇനി പറഞ്ഞ് 10 നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? 10ന്റെ ഗുണിതമല്ല 15. ഏതൊക്കെയാണ് 10ന്റെ ഗുണിതങ്ങൾ? 10, 20, 30 അങ്ങനെ തുടങ്ങുന്ന സംഖ്യകളാണ് 10ന്റെ ഗുണിതങ്ങൾ. ഓക്കെ, അപ്പോൾ 10ന്റെ ഗുണിതമല്ല 15, അതുകൊണ്ട് 10 നമുക്കവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിലെ വലിയ സംഖ്യയുടെ ഇരട്ടി ഒന്ന് എടുത്ത് നോക്കണം. ഉറപ്പൊന്നുമില്ല, നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയ സംഖ്യ 15, അതിൻ്റെ ഇരട്ടി 30 എടുത്തു നോക്കുക. അത് ലസാഗു ആണെന്ന് ഉറപ്പൊന്നുമില്ല. അതാകണമെങ്കിൽ അത് ഈ 10ന്റെ ഗുണിതമായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിലെ വലിയ സംഖ്യ 15, അതിൻ്റെ ഇരട്ടി എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, ആ സംഖ്യ ഈ 10ന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. ആണോ? 10ന്റെ ഗുണിതമാണോ 30? ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ലസാഗു 30 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കൂ, 5, 10, 15 എന്നീ സംഖ്യയുടെ ലസാഗു 30 ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ ലസാഗു 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 കൊണ്ടും 10 കൊണ്ടും 15 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 30 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. അടുത്ത പോയിന്റ് 2, 3, 5, 7 ഇത്തരം സംഖ്യകളെ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 എന്നതൊരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ കൂടുതൽ നമ്മൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 പ്രൈം നമ്പറാണ്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അല്ലേ, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. അപ്പോൾ 2, 3, 5, 7 ഇവ അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഭാജ്യ സംഖ്യകളുടെ ലസാഗു എന്നത് അവയുടെ ഗുണനഫലമായിരിക്കും. അഭാജ്യ സംഖ്യയുടെ ലസാഗു അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക,
അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണെങ്കിൽ അവയെല്ലാം ഗുണിച്ചാൽ നമുക്ക് ലസാഗു കിട്ടും. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ഗുണിക്കാൻ എളുപ്പം, എപ്പോഴും നമുക്ക് ഗുണിക്കാൻ എളുപ്പം 10 കൊണ്ടും 100 കൊണ്ടും ഗുണിക്കുന്നതാണ് നമുക്ക് എളുപ്പം, അല്ലേ? അതായത് ഇപ്പം 784 10 കൊണ്ട് ഗുണിക്കണമെങ്കിൽ എളുപ്പമാണ്, ഒരു 0 നൽകിയാൽ മതി, അല്ലേ? 700 അല്ലെങ്കിൽ പിന്നെ 932 923 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ എളുപ്പമാണ്, 2 0 നൽകിയാൽ മതി, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സംഖ്യകൾ, കുറേ സംഖ്യകൾ നമുക്ക് ഗുണിക്കേണ്ടതായിട്ട് വരുമ്പോൾ ആദ്യം അതിൽ 2ഉം 5ഉം ഉണ്ടെങ്കിൽ ആദ്യം അത് ഗുണിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഗുണനം എളുപ്പമായിട്ട് മാറും. അതായത് ഇതെല്ലാം കൂടെ ഗുണിച്ചാലാണ് നമ്മുടെ ലസാഗു കിട്ടുക. ഇതിൽ 2ഉം 5ഉം വന്നതുകൊണ്ട് ആദ്യം നമ്മൾ അതാണ് ഗുണിച്ചെഴുതേണ്ടത്. എന്തുകൊണ്ട്? 2ഉം 5ഉം ഗുണിച്ചാൽ 10 നമുക്ക് 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, 2ഉം 5ഉം ഗുണിച്ചാൽ 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ഗുണിക്കണം. 3ഉം 7ഉം ഗുണിച്ചാൽ 21, എന്നിട്ട് ആ 10 കൊണ്ട് ഗുണിക്കുക, ആ 10 കൊണ്ട് ഗുണിച്ചാൽ 210 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 2, 3, 5, 7 എന്നീ സംഖ്യയുടെ ലസാഗു 210. എന്താ അതിൻ്റെ അർത്ഥം? 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും നിശേഷം വരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 210 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കാര്യങ്ങളെ കോർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കണക്കുകൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 5, 6. ഓക്കെ, ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? 5, 6 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, അല്ലേ? അടുത്തടുത്ത 2 സംഖ്യകളാണ്. ഓക്കെ, അടുത്തടുത്ത 2 സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവയുടെ ഗുണനഫലം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5, 6 ഇങ്ങനെ അടുത്തടുത്ത 2 സംഖ്യകൾ വരികയാണെങ്കിൽ അതിൻ്റെ ലസാഗു ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. 5ഉം 6ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 30 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 5, 6 എന്നീ സംഖ്യയുടെ ലസാഗു എന്താണ്? 30. അപ്പോൾ ഇവിടെ നമുക്കൊരു വിശദമായിട്ടൊന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു സംഖ്യ എഴുതുകയാണ്, പിന്നെ 11, 12, 13 തുടർച്ചയായ സംഖ്യകളാണ്. ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് ഇത് 3 ഗുണിക്കാൻ പറ്റില്ല. അവിടെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒന്ന് പറയുന്നു 10, 11, 12 10, 11, 12 തുടർച്ചയായി 3 സംഖ്യകളാണ്. ലസാഗു എന്ന് പറയുന്നത് ഇത് 3 ഗുണിക്കുന്നതല്ല. അതായത് ഞാനിവിടെ പറഞ്ഞ കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. അടുത്തടുത്ത 2 സംഖ്യകൾ 2 എണ്ണം വന്നാലാണ്, 3ഓ 4 വന്നാലല്ല. 3ഓ 4 വന്നാൽ നമ്മൾ ഘടകക്രിയ രീതി അല്ലെങ്കിൽ മറ്റു രീതികൾ ചെയ്യണം. അത് നമ്മൾ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞ ഇതാണ്, 2 സംഖ്യകൾ മാത്രം വന്നാലാണ് അവ തമ്മിൽ ഗുണിച്ച ലസാഗു കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി പറയുന്നു. ഇപ്പോൾ 70 അല്ലെങ്കിൽ 700, 800 ഇങ്ങനെ നമുക്ക് തരുന്നു. ഇവിടെ 2 0 ഉണ്ട്, ഇതിലും 2 0 ഉണ്ട്. ഇതുപോലെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അവസാനങ്ങൾ 0 വരികയാണെങ്കിൽ ഇവിടെയും 2 0 ഇവിടെയും 2 0 ആയതുകൊണ്ട് ആ 0 നമ്മൾ ലസാഗുവായിട്ട് എടുക്കുന്നു. ഇനി ബാക്കിയുള്ള നമ്പർ മാത്രം നോക്കിയാൽ മതി. ബാക്കി ഏതൊക്കെ നമ്പർ ഉണ്ട്? 7, 8. എന്താ പ്രത്യേകത? അടുത്തടുത്ത സംഖ്യയുടെ ലസാഗു എന്താണ്? അവയുടെ ഗുണനഫലം. അപ്പോൾ 7, 8 ഗുണിച്ചാൽ 56. അപ്പോൾ 700, 800 ലസാഗു വളരെ പെട്ടെന്ന് കിട്ടും, 5600 എന്ന് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു. ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്നു. ഇവിടെ 50, 60 നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഇതിൻ്റെ ലസാഗു എത്രയാണെന്നുള്ളത്. അതെ, ഇതിലൊരു 0 ഉണ്ട്, ഇതിലൊരു 0 ഉണ്ട്, അല്ലേ? അതുകൊണ്ട് ആ 0 നമ്മൾ എടുത്തെഴുതി. ഇവിടെ ഒരു 0 ഉള്ളൂ. ഇനി എന്തുണ്ട്? 5, 6 എന്താണ് പ്രത്യേകത? അടുത്തടുത്ത സംഖ്യകളാണ്. അടുത്തടുത്ത സംഖ്യയുടെ ലസാഗു എന്താണ്? അവയുടെ ഗുണനഫലമാണ്, അല്ലേ? അപ്പോൾ 5ഉം 6ഉം ഗുണിച്ച് എത്ര ഉണ്ട്? 5, 6, 30, അല്ലേ? അതുകൊണ്ട് നമുക്ക് 50, 60 ലസാഗു എത്ര കിട്ടി? 300 എന്ന് കിട്ടും. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നു. 99,100 ലസാഗു കാണാൻ എന്ത് ചെയ്താൽ മതി? എന്താണ് ഈ സംഖ്യയുടെ പ്രത്യേകത? അടുത്തടുത്ത സംഖ്യകളാണ്. 99, 100 അടുത്തടുത്ത സംഖ്യകളാണ്. അടുത്തടുത്ത സംഖ്യയുടെ ലസാഗുയുടെ ഗുണനഫലമാണ്. നമുക്ക് 100 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണല്ലേ? 99 എഴുതിയിട്ട് ആ 2 0 കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു അടുത്തടുത്ത 2 സംഖ്യകളുടെ ലസാഗു അവയുടെ ഗുണനഫലമായിരിക്കും. ഇനി 5ാമത്തെ പോയിന്റ് പറയണത്,
ഘടകങ്ങളാക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സംഖ്യകൾ തരികയാണ്. അത് പിന്നെ എപ്പോഴും അഭാജ്യ സംഖ്യകൾ തന്നെ ആവണം. അഭാജ്യ സംഖ്യകൾ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റാത്ത സംഖ്യകൾ തന്നെയാണ്. അപ്പോൾ അഘടകങ്ങളാക്കാൻ പറ്റാത്ത മറ്റു സംഖ്യകൾ, അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ നമുക്ക് പൊതുഘടകങ്ങളായിട്ടൊന്നും കിട്ടുന്നില്ല എങ്കിൽ അവ തമ്മിൽ ഗുണിക്കുന്നതായിരിക്കും, അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും ലസാഗു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഘടകങ്ങളാക്കാൻ പറ്റാത്ത സംഖ്യയുടെ ലസാഗു അവയുടെ ഗുണനഫലമായിരിക്കും. അപ്പോൾ എക്സ് വൈ ഇസഡ് ഇത് നമുക്ക് പൊതുഘടകങ്ങളാക്കാൻ അല്ലെങ്കിൽ ചെറുതാക്കാൻ പറ്റാത്ത സംഖ്യകളാണ്. അതുകൊണ്ട് ഇവിടെ ലസാഗു എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആറാമത്തെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ 5 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ പറഞ്ഞോളൂ. ഒന്നാമത്തെ പോയിന്റ്, തന്നിരിക്കുന്നവയിലെ വലിയ സംഖ്യയോ അല്ലെങ്കിൽ ആ വലിയ സംഖ്യയുടെ ഗുണിതമോ ആയിരിക്കും ലസാഗു. അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് അഭാജ്യ സംഖ്യയുടെ ലസാഗു അവിടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവയുടെ ഗുണനഫലമായിരിക്കും. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അടുത്തടുത്ത 2 സംഖ്യയുടെ ലസാഗു അവിടെ പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവയുടെ ഗുണനഫലമായിരിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞു ഘടകങ്ങളാക്കാൻ പറ്റാത്ത സംഖ്യയുടെ ലസാഗു അവിടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവയുടെ ഗുണനഫലമായിരിക്കും. ഇനി നമുക്ക് ആറാമത്തെ പോയിന്റിലേക്ക് വരാം. ആറാമത്തെ പോയിന്റ്, കൃത്യംഗ സംഖ്യയുടെ ലസാഗു അവയുടെ വലിയ കൃതി വരുന്ന സംഖ്യയായിരിക്കും. അതായത് a⁴, a⁷, a⁶ ഇത്തരം സംഖ്യകളെയാണ് എക്സ്പൊണൻഷ്യൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൃത്യംഗ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ മുകളിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എക്സ്പൊണന്റ് അല്ലെങ്കിൽ ഇൻഡിസസ്, മലയാളത്തിലെ കൃത്യംഗം എന്ന് പറയുന്നു. ഇതിനെ പറയുന്ന പേരാണ് ബേസ് നമ്പർ, മലയാളത്തിലെ ആധാര സംഖ്യ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൃത്യംഗ സംഖ്യകൾ വരികയാണെങ്കിൽ മുകളിലുള്ള സംഖ്യ ഏതാണോ വലുത് അതായിരിക്കും അതിൻ്റെ ലസാഗുവായിട്ട് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇതിൻ്റെ ലസാഗു ഏതാണ്? a⁴, a⁷, a⁶. അതെ, ഇതിലെ വലിയ കൃതി 7 ആയതുകൊണ്ട് ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് a⁷ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? കൃത്യംഗ സംഖ്യയുടെ ലസാഗു എന്ന് പറയുന്നത് അവയുടെ വലിയ കൃതി വരുന്നത് ഏതാണോ അതായിരിക്കും അതിൻ്റെ ലസാഗുവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പോയിന്റ് പഠിക്കാനുള്ളത് സംഖ്യകളും ചരങ്ങളും മിക്സായിട്ട് നമുക്ക് വരാറുണ്ട്. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ സംഖ്യകളും ചരങ്ങളും ചേർന്ന് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ സംഖ്യയുടെ ലസാഗു കാണണം, പിന്നെ ചരത്തിൻ്റെ ലസാഗു കണ്ടതിന് ശേഷം അവ തമ്മിൽ ചേർത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഉദാഹരണം 8x⁴, 4x⁵, 2x. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സംഖ്യകളുടെ ലസാഗു കാണണം. 8, 4, 2. ഓക്കെ, അപ്പോൾ ഈ 8, 4, 2ൻ്റെ ലസാഗു കാണാൻ പോവാണ്. നമുക്കറിയാം 2ൻ്റെ ഗുണിതമാണ് 4, അപ്പോൾ 2 ഒഴിവാക്കാം. 4ൻ്റെ ഗുണിതമാണ് 8, 4 ഒഴിവാക്കാം. അപ്പോൾ ലസാഗു എത്ര കിട്ടും? 8 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചരത്തിൻ്റെ ലസാഗു കാണാം. ഇവിടെ ചരം ഏതൊക്കെയാണ്? x⁴, x⁵, x. കൃത്യംഗ സംഖ്യയുടെ ലസാഗു എന്താണ്? അവയുടെ വലിയ കൃതിയുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വലിയ കൃതി 4 ആണ്. അപ്പോൾ x⁴. ഓക്കെ, അപ്പോൾ സംഖ്യകളും ചരങ്ങളും വരികയാണെങ്കിൽ സംഖ്യയുടെ ലസാഗുവാണ്, ചരങ്ങളുടെ ലസാഗു പ്രത്യേകമാണ്, എന്നിട്ട് അവ ചേർത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ തന്നിട്ടുണ്ട്. 3x 6y 4z. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യകളുടെ ലസാഗു കാണണം അല്ലേ? ഓക്കെ, അപ്പോൾ 3ൻ്റെ ഗുണിതമാണ് 6, 3 വെട്ടാം. ഇനി നോക്കിയേ, 4ൻ്റെ ഗുണിതമാണോ 6? അല്ല, അതുകൊണ്ട് 4 വെട്ടാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6ൻ്റെ ഇരട്ടി എടുത്ത് നോക്കണം അല്ലേ? 6ൻ്റെ ഇരട്ടി 12 എന്നെടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യണം ആ 12 4ൻ്റെ ഗുണിതാണോ? ആണ്. അതുകൊണ്ട് 3, 6, 4 എന്നീ സംഖ്യയുടെ ലസാഗു 12 എന്ന് കിട്ടും. ഇനി നമുക്ക് ചരത്തിൻ്റെ ലസാഗു കാണാൻ പോവാണ്. എക്സ് വൈ ഇസഡ്. നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ചരങ്ങളാണ്. നമുക്കറിയാം അതിനെ ഘടകങ്ങളാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറുതാക്കാൻ പറ്റില്ല. ഘടകങ്ങളാക്കാൻ പറ്റാത്ത സംഖ്യകളുടെ അല്ലെങ്കിൽ ചരങ്ങളുടെ ലസാഗു അവയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവയുടെ ഗുണനഫലമായിരിക്കും. അപ്പോൾ എക്സ് വൈ ഇസഡ് ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ 12xyz എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട കണക്കിലേക്ക് അതിനു മുമ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് ഘടകക്രിയാ രീതിയിൽ എങ്ങനെയാണ് ലസാഗു കാണേണ്ടത് എന്നതുകൂടി നമുക്ക് പഠിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട കണക്കിലേക്ക് ഇറക്കാം. ഓക്കെ.